وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ومن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى. قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ മുഹറം മാസത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും ചരിത്രവും സന്ദേശവുമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചു മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ രണ്ടുപേരും അവനോട്, ഫിർഔനോട് മയമുള്ള വാക്ക് പറയണം, അവൻ കാര്യം മനസ്സിലാക്കുകയും ഭയപ്പെടുകയും ചെയ്തേക്കാം എന്ന്. ഇത് വിശദീകരിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുകയുണ്ടായി, ഫിർഔൻ ഏറ്റവും വലിയ ധിക്കാരിയാണ്, സ്വന്തം ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും നിഷേധിച്ച ആളാണ്, കാഫിറാണ്. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്ന് പറയാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്ന രൂപം, അതിൻ്റെ ശൈലി, അത് ഖൗലൻ ലയ്യിന, മയമുള്ള മൃദുവായ വാക്ക് പറയണം എന്നാണ്. ഇത് ഒരു ശത്രുവിനോടും ദൈവനിഷേധിയോട്, കാഫിറായ ഒരു മനുഷ്യനോട്, പ്രവാചകന്മാരെ നിഷേധിച്ച ഒരാളോടുള്ള സമീപനമാണെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഇസ്ലാമിക സഹോദര്യത്തിൽ ജീവിച്ചു പോരേണ്ട ആളുകൾ ഒരാശയം പറഞ്ഞു കൊടുക്കാൻ എത്രത്തോളം മയവും എത്രത്തോളം മിതത്വവും എത്രത്തോളം മൃദുലതയും പാലിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ തുടർച്ചയായി സൂറത്തു ത്വാഹയിൽ അള്ളാഹു വിവരിക്കുന്ന 2 ആയത്തുകളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമികമായ ആശയത്തിൻ്റെ മർമ്മം, പ്രവാചകന്മാരുടെ പ്രബോധനം ഏറ്റവും പ്രധാനമായും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആശയം, എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം, അതിൻ്റെ ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമുക്കറിയാം, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഫളലുള്ള, ഏറ്റവും പോരിശയുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതാണ് കലിമ, ആണ് ഷഹാദത്ത് കലിമ, കലിമത്തു തൗഹീദ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ അത് ആവർത്തിക്കുന്നുണ്ട്, അത് ബാങ്കിൽ പറയുന്നു, അത് ഇഖാമത്തിൽ പറയുന്നു, അത് ദിക്റുകളിൽ പറയുന്നുണ്ട്, അത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് പറയുന്നുണ്ട്,
എപ്പോഴും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കലിമയുടെ ആശയം എന്താ? ഈ കലിമ നമ്മിൽ ഉണ്ടാക്കേണ്ട മാറ്റം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട സന്ദേശം എന്താ? ഇതൊരു വലിയ വിഷയമാണ്. യാന്ത്രികമായി പാരമ്പര്യമായി ജനിച്ചതിലൊക്കെ പറയുന്ന ആളുകൾ കൂട്ടത്തിലായതുകൊണ്ട് നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. പക്ഷെ അത് പോരാ എന്നതാണ്. അല്ലാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒരു പ്രവാചകൻ ചെയ്യുന്ന ഒന്നാമത്തെ പണി. അല്ലാഹുവിനെ പറ്റി ബോധ്യപ്പെടാതെ നാം നൽകുന്ന ഏത് സന്ദേശവും അത് നിഷ്ഫലമായി പോകും. അത് സ്ഥായിയായി നിലനിൽക്കില്ല. അതിന് ദീനിന്റെ ഒരു അടിത്തറയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തൗഹീദിനെ കുറിച്ച്, കലിമയെ കുറിച്ച്, ഷഹാദത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതാണ് ദീനിന്റെ മർമ്മം എന്ന് പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, അല്ലാഹുവിനെ പറ്റി ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ ഫിറഔന്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വമൻ റബ്ബുകുമാ യാ മൂസ, ആരാ മൂസ നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ്? റബ്ബിനെ കുറിച്ച് പറയാമെന്നതാണല്ലോ. റബ്ബുണ്ട്, റബ്ബിന്റെ കാര്യം. ആരാണ് ഈ റബ്ബ്? നിങ്ങളെ രണ്ടാളുടെയും റബ്ബ് ആരാണ്? ആ ചോദ്യത്തിന്റെ ആശയം എന്താ? നിങ്ങൾ റബ്ബിനെ കുറിച്ച് പറയാമെന്ന്. ഏത് റബ്ബ്? എന്ത് റബ്ബ്? ആരാ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഫിറഔൻ അപ്പം പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് സ്വയം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഫിറഔൻ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വന്ന പ്രവാചകന്മാരോട് ചോദിക്കുക, ആരാണ് ഈ റബ്ബ്? ശരി, ഇനി ഇവൻ പറയാണ് ആരാണ് റബ്ബ്, ആരാണ് റബ്ബ്. എളുപ്പം മനസ്സിലാകുന്നതും ആർക്കും ഗ്രഹിക്കുന്നതുമായ സംഗതിയെ പറഞ്ഞിട്ടുള്ളൂ. വളരെ സങ്കീർണമായ ഫിലോസഫി, മനസ്സിലാകാത്ത വിജ്ഞാനങ്ങൾ അങ്ങനെയൊന്നുമില്ല. വളരെ ലളിതം. എന്താ പറയുന്നത്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ചിന്തിക്കുന്ന മനുഷ്യൻ അത് മാത്രം മതി. എത്രയോ ആലോചിക്കാനുള്ള വിഷയം ഈ ചെറിയ ഒരായത്തിൽ വന്നു. എന്താ പറഞ്ഞത്? റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തുന്നവനാണ് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തുന്നവൻ. അപ്പോഴാണ് റബ്ബാവുക. ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് എന്ന് പറയില്ല. ഒരു കൊല്ലം ഭക്ഷണം കൊടുത്താൽ റബ്ബാവില്ല. ഘട്ടം ഘട്ടമായി സൃഷ്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. അപ്പൊ ഇവർ പറഞ്ഞ മറുപടി റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് നടത്തുകയും പിന്നെ അതിന് മാർഗദർശനം ചെയ്യുകയും ചെയ്തവനാകുന്നു. ഒരു നിലക്കും ഇതിനെ ഖണ്ഡിക്കാൻ ഫിറഔന് സാധ്യമല്ല, ഒരു ഫിറഔനും സാധ്യമല്ല. എന്താ കാര്യം? ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞപ്പോ അത് തെളിയിക്കാൻ പറഞ്ഞില്ലേ? സാധിച്ചോ? സാധ്യമല്ല അത്. കാരണം എന്താ? ഫിറഔൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ആളില്ലേ? ഫിറഔൻ തന്നെ ജനിച്ചവനല്ലേ? ഫിറൗന്റെ മുൻഗാമികളുമില്ലേ? ഫിറൗൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആളുണ്ടാവില്ലേ? അപ്പൊ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറയുന്നത് താൽക്കാലികം പേടിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നാലാളുകൾ സമ്മതിച്ചു കൊടുത്തു എന്നല്ലാതെ ബുദ്ധിപരമായി അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഫിറൗൻ അറിയില്ല ഫിറൗൻ റബ്ബല്ലാൻ. അപ്പൊ അങ്ങനെ ബുദ്ധിപരമായി ആലോചിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാക്കാവുന്ന വിധം ലളിതവും ഋജുവായതും നേർക്ക് നേരെ ചിന്തിച്ചാൽ കിട്ടുന്നതുമായ ഒരു മറുപടിയില്ല. ആരാ റബ്ബ്? നമ്മൾ മനസ്സിലാക്കണം. ആ ചോദ്യത്തിന്റെ മറുപടി എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്തവൻ. എല്ലാത്തിനെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും സർവചരാചരങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. കുല്ല ശൈഇൻ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു. എല്ലാ സാധനങ്ങൾക്കും സൃഷ്ടിപ്പ് നൽകിയവൻ അല്ലാഹുവാണ്. അടുത്തതെന്താ? സുമ്മ ഹദാ. പിന്നെ അവയ്ക്കെല്ലാം ഹിദായത്ത് നൽകി, മാർഗദർശനം. മാർഗദർശനം എന്ന് പറയുന്നത് ഒരു വസ്തുവും അതിന് നിശ്ചയിച്ച ധർമ്മം നിർവഹിക്കാൻ പറ്റിയ വിധത്തിൽ സൃഷ്ടിക്കലാണ്. എല്ലാത്തിനും
മനുഷ്യന് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, എല്ലാത്തിനും. ഒരു സാധനം എന്താവണം, അതാണ് അതിന്റെ ഹിദായത്ത്. ഒരു വസ്തു എന്താവണം, ഒരു വിത്ത്, ആ വിത്ത് മുളച്ചു വലുതായി വന്നാൽ എപ്പോൾ മുളയ്ക്കണം, എത്ര വലുതാവണം, എന്ത് അതിൽ നിന്ന് വിടർന്നു വരണം, എന്ത് മരമാവണം, എന്ത് ഫലം നൽകണം, എന്ത് നിറത്തിലുള്ളതും എന്ത് രുചിയിലുള്ളതും, അതൊക്കെ അതിന്റെ ഹിദായത്താണ്. അതിന്റെ ഹിദായത്താ. നിങ്ങൾ രണ്ടു തരം വിത്ത് കണ്ടാൽ ഒരേ മാതിരിയുള്ളത് എടുത്തിട്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് ഒരേ വെള്ളവും ഒരേ വളവും നൽകി ഒരുപോലെ ശുശ്രൂഷിച്ചാലും ഒന്ന് ഒരു കോലത്തിലുണ്ടാവും, മറ്റൊന്ന് മറ്റൊരു രൂപത്തിൽ വരും. ഒന്നിൽ നിന്ന് മധുരമുള്ള പഴങ്ങൾ ഉണ്ടാകും, ഒന്നിൽ നിന്ന് കയ്പുള്ള കായ്കൾ ഉണ്ടാകും. എന്താ? അത് അള്ളാഹു നിശ്ചയിച്ച അതിന്റെ ധർമ്മമാണത്. അതെല്ലാ വസ്തുക്കൾക്കും അങ്ങനെയാണ്. ഇപ്പോ പല ജീവികളും ജീവിച്ചു പോകുന്നത് അതിന്റെ ശരീരത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമം കൊണ്ടാണ്, ആലോചിച്ചിട്ടല്ല. ഇപ്പൊ ഇന്നത് തിന്നാൻ പാടില്ല, അത് തിന്നാതിരിക്കുന്നത് എന്തുകൊണ്ടാ? തിന്നരുത് എന്നുള്ളൊരു ബോധം കൊണ്ടാണ്. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം, അല്ലെ? മൃഗങ്ങൾ വിഷം ചീറ്റുന്നത് എപ്പോഴാ? അക്രമം ഉണ്ടാകുമ്പോ. അപ്പൊ അത് വിഷം ചീറ്റണം എന്നത് അതിനുള്ള ഒരു ബോധമാണ്. തേനീച്ച തേനെടുക്കാൻ പോകുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലെ? ഖുർആനിൽ ഫീഹി ശിഫാഉൽ ലിന്നാസ്, മനുഷ്യർക്ക് അതിൽ രോഗശമനമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് എന്നാ മനുഷ്യന്മാർക്ക് കുറച്ച് മരുന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച് തേനീച്ച പോകല്ല. പിന്നെ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖ്ലി മിനൽ ജിബാലി ബുയൂതാ, നിന്റെ രക്ഷിതാവ് തേനീച്ചക്ക് വഹി നൽകിയിരിക്കുന്നു, ബോധം നൽകിയിരിക്കുന്നു. എന്ന് പർവ്വതങ്ങളിൽ വീടുണ്ടാക്കണം, എന്നിട്ട് പൂക്കളിൽ സഞ്ചരിക്കണം, എന്നിട്ട് അതിൽ നിന്ന് തേൻ ശേഖരിക്കണം, അത് കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ മനുഷ്യൻ ഔഷധം ഉണ്ടാവുക. എല്ലാ ജീവികളുടെയും ജീവിത ധർമ്മം അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമത്തിലാണ്. ആ ക്രമം ഹിദായത്താണ് എല്ലാത്തിന്റെയും. അതിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ, അല്ലെ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ പോലും അങ്ങനെയാണ്. മലയും കുന്നും കുഴിയും ഉണ്ടാകും. അതുപോലെ ഋതുഭേദങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും, രാത്രിയും പകലും ഉണ്ടാകും. ഇതൊക്കെ തന്നെയും ഇപ്പം മനുഷ്യരും മറ്റു ജീവികളും സസ്യജാലങ്ങളും ഇതൊക്കെ തമ്മിൽ എല്ലാറ്റിലും ഒരു പാരസ്പര്യമുണ്ട് എന്നാണ്. ഈ പാരസ്പര്യമൊക്കെ അതിന്റെ ഒരു ഹിദായത്താണ്. ഓരോ ശാസ്ത്രശാഖയും എടുത്ത് പരിശോധിച്ചാൽ അതിലെ അത്ഭുതം കാണുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തെ മുഴുവൻ ശ്രദ്ധിച്ചു, അതിനെ മുഴുവൻ പരിപാലിക്കുന്നു, അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നു, അതിനെല്ലാം അതിൻ്റെതായ ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുകയും അത് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറത്തൊരു ഹിദായത്ത് കൂടിയുണ്ട്. അതേതാണ്? അതാണ് മനുഷ്യന് അവന്റെ ബുദ്ധിയും അവന്റെ ചിന്തയും ഉപയോഗിച്ച് ആലോചിച്ചു സ്വീകരിക്കേണ്ട നിയമങ്ങൾ. ഇപ്പൊ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഹൃദയം പിടിക്കും, തലച്ചോറ് പ്രവർത്തിക്കും, ശരീരത്തിന്റെ ഓരോ പ്രവർത്തനവും നടന്നുകൊണ്ടേയിരിക്കും. നമ്മളൊന്നും ചെയ്യണമെന്നില്ല. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഹൃദയം പിടിക്കും, രക്തം ഒഴുകും, കാര്യങ്ങളൊക്കെ നടക്കും, ശ്വാസോച്ഛ്വാസം ഉണ്ടാകും. ആ ഹിദായത്ത് എല്ലാ ജീവികൾക്കും അതിന്റെ ശരീരഘടനയിൽ ധർമ്മമായി അള്ളാഹ് നിശ്ചയിച്ചതാണ്. അത് കാഫിറിനും മുശ്രിക്കിനും മുഅ്മിനും മുസ്ലിമിനും എല്ലാവർക്കും ഉണ്ടാവുന്ന സംഗതിയാണ്. അതിനപ്പുറത്തുള്ളതാണ് മനുഷ്യന് തിരഞ്ഞെടുക്കാൻ, മനുഷ്യൻ ആലോചിക്കാൻ, മനുഷ്യന് ചെയ്യാൻ, മനുഷ്യന് ചെയ്യാതിരിക്കാൻ ഒക്കെ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള മേഖല. അതാണ് ദീൻ, അതാണ് ശരീഅത്ത്, അതാണ് തക്ലീഫ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ, അമ്ർ നഹി എന്നൊക്കെ പറയുന്ന സംഗതികൾ. അത് അള്ളാഹു ഹിദായത്ത് നൽകുന്നത്, അള്ളാഹുവിന്റെ മാർഗം ലഭ്യമാകുന്നത് അതിന് അധ്വാനിക്കുന്ന ആളുകൾക്കാണ്. ഹിദായത്ത് അള്ളാഹു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസവും പലതവണ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നടത്തണമേ. നേരായ മാർഗം, അതിന് ഏറ്റവും ശരിയായ അർത്ഥം അങ്ങനെയാണ്. ചില തർജ്ജമകളിൽ നീ ഞങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരണമേ എന്നുണ്ട്. അതിനേക്കാൾ വലുതാണ് നടത്തണമേ എന്നത്. എന്താണെന്നറിയാം? അള്ളാഹ് കാണിച്ചു തന്നല്ലോ ഗ്രന്ഥങ്ങളിലൂടെ, അവസാനത്തെ കിതാബായ ഖുർആനിലൂടെ അള്ളാഹ് കാണിച്ചു തന്നു. ഇത് നമ്മുടെ ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് അല്ലാഹുവേ ഈ സിറാത്തൽ മുസ്തഖീമിൽ നീ എന്നെ നടത്തണമേ എന്നാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനായിത്തീരാനുള്ള തൗഫീഖ് പടച്ചവനെ നിന്നിൽ നിന്നുണ്ടാകണമേ എന്നതാണ് ആ ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന.
അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയായി. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയത്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കറിയാവുന്ന ഒരു അല്ലാഹു റബ്ബ്, ആ റബ്ബിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്? നമ്മുടെ മുമ്പിൽ ദൈവനിഷേധികളായ ഒരു സമൂഹമുണ്ട്, പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയും. നമ്മുടെ മുമ്പിൽ ദൈവവിശ്വാസികളായ ബഹുഭൂരിപക്ഷമുണ്ട്. ആ ബഹുഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികളിൽ പ്രവാചകന്മാരുടെ ആശയം തൗഹീദാകുന്നു എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെന്നും പ്രവാചകന്മാർ പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടെന്നും വിശ്വസിച്ചു പോരുന്ന അഹ്ലു കിതാബുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ മൂസാ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹിം നബിയെയും അലൈഹിസ്സലാം ഒക്കെ തന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോരുന്ന അഹ്ലു കിതാബുണ്ട്. എന്നാൽ കൃത്യമായൊരു പ്രവാചകത്വത്തെ കുറിച്ചോ അഖീദയെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ ഒരു വ്യക്തതയില്ലാതെ ജീവിച്ചു പോരുന്ന എത്രയോ ബഹുദൈവ ആരാധകരായ സമൂഹങ്ങളുണ്ട്. അവരും ദൈവനിഷേധികളല്ല. അപ്പൊ പലതരത്തിലുള്ള മാറ്റങ്ങളും പോരായ്മകളും അവ്യക്തതകളും നിറഞ്ഞു നിൽക്കുന്ന ദൈവവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, നമ്മളത് അനുഷ്ഠിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ, മനസ്സിലാകാവുന്ന രൂപത്തിൽ, മനസ്സിലാകാവുന്ന അളവിൽ അത് പറയാൻ കഴിയണം എന്നതിന് ഈ മറുപടി വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നോക്കൂ, സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങളോട് പറയാനുള്ള ഒരു കൽപ്പന, ജനങ്ങളോട് പറയും. ജനങ്ങളെ, ഖുർആനിൽ അങ്ങനെയാണ് ജനങ്ങളെ എന്ന് പറയും. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ എന്ന് പറയും. ഇവിടെ പറയുന്നത് ജനങ്ങളോടാ. ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധന നടത്തുക. നിങ്ങളുടെ റബ്ബിന് എന്നാ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിന് എന്നല്ല. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത്, താങ്കൾ പോയിട്ട് താങ്കളുടെ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നല്ല. ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കുക. ആ റബ്ബാരാ? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. അപ്പൊ നിങ്ങളെ പടച്ച, നിങ്ങളെ മുമ്പുള്ളവരെ പടച്ച, മുമ്പുള്ളവരെ പടച്ച ആ ദൈവം ഉണ്ടല്ലോ, ആ പടച്ചവൻ ഇബാദത്ത് എടുക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കാൻ. അപ്പൊ വർഗീയതയില്ലാത്ത ഒരു ദൈവവിശ്വാസമാണിത്. എന്റെ ദൈവത്തെ അല്ല നിന്റെ ദൈവത്തെ, ഞങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ ദൈവം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ദൈവത്തെ. അതാണ് ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, തആലൂ ഇലാ കലിമത്തിൻ, നിങ്ങൾ വരൂ. ഖുർആൻ പറയാം, അങ്ങനെ പറയാൻ വേണ്ടി വരൂ ഒരു വചനത്തിലേക്ക്. സവാഇൻ ബൈനനാ വ ബൈനക്കും, ആ വചനം, ഒരു വാക്ക് നിങ്ങൾക്കും നമുക്കും ഇടയിൽ തുല്യമാണ്, വേറെ വേറെ ഇല്ല. അതായത് നിങ്ങൾ സമ്മതിക്കുന്ന, നമ്മൾ സമ്മതിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു സംഗതിയില്ല. അതിലേക്ക് വരുന്ന അല്ലാതെ അല്ലാഹ്, അല്ലാഹുവിനല്ലാതെ നമ്മൾ ഇബാദത്ത് എടുക്കരുത്. വലാ നത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മിൽ ചിലർ മറ്റു ചിലരെ അല്ലാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കരുത് എന്ന നിങ്ങൾക്കും നമുക്കും ഒരുപോലെ അംഗീകരിക്കാവുന്ന വാക്കിലേക്ക് വരൂ എന്ന് വേദത്തിന്റെ അവകാശികളായ ആളുകളോട് പറയാൻ ഖുർആൻ പറഞ്ഞു. ഒരു വർഗീയതയില്ല, ഒരു വിഭാഗീയതയില്ല, എന്റെ ദൈവം എന്ന് പറയേണ്ടതില്ല. അപ്പൊ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിനെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരു സംശയം, ഇത് പറഞ്ഞു, അതിന്റെ മുകളിൽ ചൊറഞ്ഞു നിൽക്കാനൊന്നും ഫിറഔൻ തയ്യാറായില്ല, ആൾക്കാരും തയ്യാറായില്ല. ഏതാണ്ട് അതിനൊരു മറുപടി ഇല്ല എന്നുള്ളത്. അപ്പൊ ആകെ ഒരു ചോദ്യം എന്താണെന്നറിയാം, നമ്മുടെ മുന്ന് കഴിഞ്ഞു പോയ ആളുകളുടെ അവസ്ഥ എന്താണ്? സാധാരണ ആൾക്കാർ ചോദിക്കും, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ നാട്ടിൽ പണ്ടേ എങ്ങനെയാണ്, ബാപ്പയും വല്യാപ്പയൊക്കെ എങ്ങനെയാണ്, ഓലൊക്കെ നരകത്തില്ല, എന്നാ ഞാൻ നരകത്തിൽ പോയിക്കോ, അല്ലെങ്കിൽ ഓല കാര്യം അങ്ങനെ. ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യവുമാണ്. എന്താണെന്നറിയോ, ആ ചോദ്യത്തിന്റെ മറുപടിയും ഒരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ വാപ്പയും വല്യാപ്പയും നിങ്ങളെല്ലാവരും നരകത്തിലാണ്, ഞാനീ പറയുന്ന ശരി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ളത് തന്നെയാണ്. അതല്ല, തെറ്റ് ചെയ്തിരുന്ന അവരൊക്കെ ചെയ്തത് ശരിയാണ് പറഞ്ഞ പിന്നെ ഇത് പറയേണ്ടതുമില്ലല്ലോ, ഇത് പറയേണ്ടതുമില്ല. അവിടുത്തെ മറുപടി നോക്കൂ,
മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന മറുപടി എന്താണെന്നറിയാം? ആ മറുപടിയാണ് വളരെ കൃത്യമായൊരു മറുപടി. അല്ല, മൂസാ നബി പറയാം. എന്താ ചോദ്യം? മുമ്പ് കഴിഞ്ഞുപോയ ആളുകള്, മുൻ തലമുറയിൽ ജീവിച്ചവര്, അവരെ കുറിച്ച് എന്ത് പറയുന്നു എന്നാ ചോദ്യം. അതിന്റെ ആശയം എന്താ വെച്ചാൽ, അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ, അവർ തെറ്റാണ് ചെയ്തത്, ശരിയാണോ എന്ന് പറഞ്ഞാൽ ശരിയാണെ പിന്നെ ഇത് പറയണോ, തെറ്റാണെങ്കിൽ അത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളതാണ് മറുപടി. അതിനെ കുറിച്ചുള്ള വിവരമൊക്കെ എന്റെ റബ്ബിനറിയാം. ഈ കിതാബിൽ, എന്റെ റബ്ബിന്റെ അടുത്ത് കിതാബിൽ ഉണ്ട് അതൊക്കെ. വാപ്പാരാണ്, വല്യാപ്പാരാണ്, അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ, തെറ്റാണോ ശരിയാണോ, പടച്ചോൻ ശിക്ഷിക്കോ അല്ല രക്ഷ കൊടുക്കോ, ഇതൊക്കെ തെറ്റാതെ പടച്ചോന്റെ അടുത്ത് റെക്കോർഡായിട്ടുണ്ട്. പടച്ചോന്റെ അടുത്തുള്ള വിവരം അത് തെറ്റൂലാന്ന് ഉറപ്പല്ലേ, പടച്ചോൻ മറന്നു പോല എന്ന് പറഞ്ഞാൽ അക്കാര്യം എന്തെന്ന് തീരുമാനിക്കാനല്ല ഞാൻ വന്നത്. എന്റെ പണി അതല്ല, പടച്ചോൻ നോക്കിക്കോളൂ. നമ്മളെ പണി അതല്ല. വാപ്പ നരകത്തിലാണോ വല്യാപ്പ നരകത്തിലാണോ എന്ന് പറയലല്ല നമ്മളെ പണി. നമ്മളെ പണി ഇതാണ് അള്ളാന്റെ നിയമം എന്ന് പറയല. ഇത് നോക്കി മനസ്സിലാക്കി ജീവിക്കണം നമ്മൾ മനസ്സിലാക്കല്ല നമ്മുടെ പണി. ബാക്കി ഒക്കെ അത് അള്ളാഹ് നോക്കിക്കോളും. അള്ളാന്റെ അടുത്ത് അതിനൊക്കെ കാര്യങ്ങളും ക്രമങ്ങളും സംവിധാനങ്ങളും ഒക്കെ അള്ളാന്റെ അടുത്ത്. ഇത്രയാണ് ഇതിന് മറുപടിയുള്ളൂ. ആ മറുപടി എന്താണെന്നറിയാം? ആ മറുപടി ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. കാരണം ആരെയും ആക്ഷേപിക്കാനല്ല, ആരെയും കുറച്ച് കാണിക്കാനല്ല, ആരുടെയും മേൽക്കോയ്മ കാണിക്കാൻ ഒന്നുമല്ല. നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച പടച്ചവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ച പടച്ചവൻ, ആ പടച്ചവൻ നമുക്ക് മാർഗദർശനം നൽകി. ആ പടച്ചവൻ പറഞ്ഞമായി ജീവിച്ചേക്കൂ എന്ന് പറയുമ്പോൾ വാശിയില്ലാത്ത, പ്രത്യേക വ്യക്തി താല്പര്യങ്ങളില്ലാത്ത ഒരാശയ പ്രചാരണമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകും. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ. ഇനി അള്ളാഹ് ചെയ്ത കുറെ ഉപകാരം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു തആല ഈ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിൽ പോലെ ആക്കി തന്നിരിക്കുന്നു, അല്ലെ മടിത്തട്ട് പോലെ ആക്കിയിരിക്കുന്നു. അത് ഒന്നിനും കഴിയാത്ത ഒരു കൊച്ചു കുഞ്ഞിന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യവും സുരക്ഷിതത്വം ഒക്കെ ആണല്ലോ തൊട്ടിലും മടിയൊക്കെ. അതുപോലെ ഭൂമിയെ ആക്കി തന്നിരിക്കുന്നു. വസലക്കലക്കും ഫീഹാ സുബ്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുപാട് വഴികൾ, മാർഗങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅ. നിങ്ങൾക്ക് അവൻ ആകാശത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാത്തിൻ ശത്താ. എന്നിട്ട് അതുകൊണ്ട് പല രൂപത്തിലുമുള്ള വൈവിധ്യങ്ങളുള്ള ഒരുപാട് ചെടികൾ അവൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കുലു മിൻഹ, കുലു നിങ്ങൾ തിന്നുകൊള്ളൂ. അല്ലെ, ഭൂമിയിൽ അള്ളാഹ് ഉണ്ടാക്കി തന്ന സാധനം തിന്ന് ജീവിക്കാം. വറഉ അൻആമക്കും, നിങ്ങളെ കന്നുകാലികൾ അതിൽ മേയ്ക്കുകയും ചെയ്തുകൊള്ളൂ. ഇന്ന ഫീ ദാലിക ലആയാതി ഉലിൻ നുഹ. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ചിന്തിക്കാനുണ്ട്. ഈ പറഞ്ഞത് ഓരോന്നും ഓരോ ശാസ്ത്രമായി പഠനം നടത്തി ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മനസ്സിലാക്കണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്കാണ് നിങ്ങളെ വീണ്ടും അടക്കപ്പെടുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ഇനി വീണ്ടും നിങ്ങളെ മറ്റൊരിക്കൽ ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്. അല്ലെ, മയ്യത്ത് വെച്ച് മണ്ണ് വാരിടുമ്പോ പറയും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണ്, ആ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മണ്ണിലേക്കാണ് പോകുന്നത്, മണ്ണിൽ നിന്നാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ അള്ളാന്റെ സൃഷ്ടിപ്പും ലോകത്തിലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും മനുഷ്യന്റെ ജനനവും മനുഷ്യന്റെ മരണവും പുനരുത്ഥാനവും എല്ലാം ഇതിൽ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുക എന്നതാണ് ഈ ആഹ്വാനത്തിൽ നിന്നും ഈ ചോദ്യോത്തരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഹ്ഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തികവും മാനസികവും ശാരീരികവും ഒക്കെയായ എല്ലാ ക്ലേശങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ഞങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നല്ല ആഗ്രഹങ്ങളെയും അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ സഹായിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.